ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൽ എത്രയും സ്നേഹമുള്ള ദൈവമക്കളെ, ജീവിക്കുന്നവനായ യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കട്ടെ. തിരുവചനാഗ്നി ധ്യാനത്തിലേക്ക് വളരെ വിനയത്തോടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ദൈവമക്കളെ, ഇന്ന് വചനം പങ്കുവയ്ക്കുന്നത് ദൈവത്തിൻ്റെ വിലയേറിയ ദാസൻ ബെന്നി ബ്രദറാണ്. നമുക്ക് പ്രിയ ബെന്നിക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ജാഗരിച്ച് പ്രാർത്ഥിക്കാം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 15:3 നിങ്ങൾ കേട്ട വചനങ്ങൾ നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായി തീർന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് കേൾക്കുന്ന വചനത്തിലൂടെ വിശുദ്ധി പ്രാപിച്ച് വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് ഉയരുവാനും 1 പത്രോസ് 2:9 പറഞ്ഞിരിക്കുന്നത് പോലെ നിങ്ങളെ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്ന രാജകീയ പുരോഹിത വർഗമാണ്. ഹല്ലേലൂയ. വിശുദ്ധ ജനമാണ്, സ്വന്തം ജാതിയാണ് എന്നൊക്കെ പറയുമ്പോൾ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാനാണ് അവിടുന്ന് നമ്മെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഇന്നത്തെ വചന കേൾവിയിലൂടെ വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് ഉയരുക മാത്രമല്ല, പിന്നെയോ യേശുവിനെ കുറിച്ച് സാക്ഷിക്കാൻ നമുക്ക് വേണ്ടി കാൽവറിയിൽ അവസാനത്തുള്ളി രക്തം ഊറ്റി തന്ന യേശുവിനെ സാക്ഷിക്കാൻ, ദൈവവേലക്കാരായി ഉയർത്തപ്പെടാൻ, അനേകരെ ദൈവത്തിൻ്റെ ആത്മാവ് സ്പർശിക്കാൻ മുഖാന്തരമായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. വചനം പറയുന്ന മകനെ ക്രൂശിൻ്റെ മറവിൽ നിർത്തണമേ. ഹല്ലേലൂയ. അഗ്നിനാവായി ഹല്ലേലൂയ സ്വർഗം തന്നെ സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ മാതാവേ, സകല വിശുദ്ധരെ മാധ്യസ്ഥം വഹിക്കണമേ. ഹല്ലേലൂയ. ഇന്നത്തെ തിരുവചനാഗ്നി ധ്യാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് പേര് വെളിപ്പെടുത്തരുതെന്ന് പറഞ്ഞിരിക്കുന്ന കുടുംബമാണ്. ആ മക്കളെ നമുക്ക് പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ആ ദമ്പതികളെയും അവർക്ക് ദാനമായി നൽകിയിരിക്കുന്ന കുഞ്ഞുങ്ങൾ ഇപ്പോൾ പഠിക്കുന്നു, പരീക്ഷ അടുത്തുകൊണ്ടിരിക്കുന്നു. ആ മക്കൾ നന്നായി പഠിച്ച് നല്ല രീതിയിൽ പരീക്ഷ എഴുതി ഉന്നത വിജയം കരസ്ഥമാക്കാൻ ദൈവമേ കരുണ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കാം. അടുത്ത ബുധനാഴ്ച ആന്തരിക സൗഖ്യ ധ്യാനം ആരംഭിക്കുകയാണ്. ഇതാ ദൈവമക്കളെ, നിങ്ങൾക്കൊരു സുവർണാവസരം. നിങ്ങൾക്ക് ഈ അവധിക്കാലത്ത് കടന്നു വന്ന് ഹല്ലേലൂയ 3 ദിവസത്തെ ധ്യാനത്തിൽ സംബന്ധിച്ച് കുടുംബമായി കടന്നു വന്ന് പുതിയ ശക്തിയും ഹല്ലേലൂയ പുതിയ അഭിഷേകവും പ്രാപിക്കാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ വിളിക്കുന്നുണ്ട്. ഹല്ലേലൂയ. എല്ലാ ശനിയാഴ്ചകളിലും ധ്യാനമുണ്ട്, നിങ്ങൾക്കറിയാം. ഓൺലൈൻ ധ്യാനങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾക്കറിയാവുന്നതാണ്. ഈ ശുശ്രൂഷകളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കണമേ. എല്ലാം കർത്താവിൻ്റെ ക്രൂശിൻ്റെ ചുവട്ടിൽ താഴ്ത്തി സമർപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ത്രിയേക ദൈവത്തിന് സ്തുതി. പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭയിലെ കീഴിലം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സെൻറ്റ് തോമസ് ധ്യാനകേന്ദ്രത്തിൻ്റെ തിരുവചനാഗ്നി ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഒരിക്കൽ കൂടെ വചനത്തെ ശ്രവിക്കുവാൻ നമുക്ക് തന്ന ഈ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തോട് നമുക്ക് നന്ദി പറയാം. ദൈവത്തെ ഹൃദയം നിറഞ്ഞ് മഹത്വപ്പെടുത്താം. പ്രിയപ്പെട്ടവർ, ഇന്നത്തെ ഒരു ചെറിയ ചിന്തയ്ക്ക് വേണ്ടിയിട്ട് വിശുദ്ധ യെശയ്യാവിൻ്റെ പുസ്തകം 33-ാമത്തെ അധ്യായം അതിൻ്റെ 6-ാം തിരുവചനത്തിൽ നിന്നാണ് നമ്മൾ ചെറിയൊരു ഭാഗമെടുത്ത് ചിന്തിക്കുവാനായിട്ട് കർത്താവിൽ പ്രത്യാശയോടെ നിൽക്കുകയാണ്. അവിടെ ഇപ്രകാരമാണ് എഴുതി വച്ചിരിക്കുന്നത്: നിന്റെ കാലത്ത് സ്ഥിരതയും രക്ഷാസമൃദ്ധിയും പരിജ്ഞാനവും ഉണ്ടാകും, യഹോവ ഭക്തി അവരുടെ നിക്ഷേപം. പ്രിയപ്പെട്ടവർ, ഹിസ്കിയാവിൻ്റെ ജീവിതത്തിൽ ദൈവഭക്തിയുടെ യഹോവ ഭക്തിയുടെ മൂല്യം മുറുകെ പിടിച്ചുകൊണ്ട് ഹിസ്കിയാവിനെ ഒത്തിരി പ്രശ്നങ്ങളിൽ നിന്ന്, ഒത്തിരി വേദനകളിൽ നിന്ന്, സങ്കടങ്ങളിൽ നിന്നൊക്കെയും ദൈവത്തിനെ വിടുവിക്കുവാനായിട്ട് സാധിച്ചു. ഈ ലോക ജീവിതത്തിൽ ആയിരിക്കുന്ന നമ്മൾ ഓരോ വ്യക്തികളും പ്രിയപ്പെട്ടവരെ യഹോവ ഭക്തി എന്ന നിക്ഷേപം അതായിരിക്കണം നമ്മുടെ മൂല്യം എന്നുള്ളത് മുന്നമേ ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാവരുടെയും ജീവിതത്തിൽ നിക്ഷേപം ഉണ്ടാകാം. കുടുംബ ഭദ്രതയിൽ നിക്ഷേപത്തിന് ഏറ്റവും പ്രധാനമായിട്ടൊരു പങ്ക് വഹിക്കുന്നുണ്ട്. കാരണം
അപ്രതീക്ഷിതമായിട്ടുള്ള സാഹചര്യങ്ങളിലെ സന്ദർഭങ്ങളിൽ നമുക്ക് എടുത്ത് ഉപയോഗിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ നിക്ഷേപമുണ്ടെങ്കിൽ മാത്രമേ അത് സാധ്യമാകുകയുള്ളൂ. എന്നാൽ നമ്മുടെ നിക്ഷേപം മുഴുവനും ലോകപ്രകാരമുള്ളതാകയാൽ ചില സന്ദർഭങ്ങളിൽ ഈ ലോകപ്രകാരമുള്ള നിക്ഷേപം പ്രയോജനപ്പെടുത്തുവാൻ കഴിയാതെ വന്നേക്കാം. അല്ലെങ്കിൽ ലോകപ്രകാരമുള്ള നിക്ഷേപം തീർന്നു പോയേക്കാം. എന്നാൽ ദൈവഭക്തി നിക്ഷേപമായിട്ടുള്ള കുടുംബങ്ങളിൽ ഏത് പ്രതിസന്ധി വന്നാലും ഏത് പ്രതികൂല സാഹചര്യങ്ങളിലൂടെ കടന്നു പോയാലും യഹോവ ഭക്തി നിക്ഷേപമായിട്ടുള്ള കുടുംബങ്ങൾക്ക് യഹോവ ഭക്തി നിക്ഷേപം എന്ന് പറയുന്ന ആ മൂല്യം ഏറ്റവും ഉപകാരപ്പെടുന്ന രീതിയിലേക്കാണ് പോകുന്നത് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. പ്രിയപ്പെട്ടവരെ, 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 4-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം മുതൽ പഠിക്കുമ്പോൾ അവിടെ കാണുന്ന ഒരു കുടുംബം ഇതിന് ഉത്തമ പ്രധാനമാണ്. അവിടെ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, ആ കുടുംബനാഥൻ്റെ പേര് രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിലും പ്രവാചക ശിഷ്യൻ്റെ കുടുംബം എന്ന് പറയുന്നുണ്ട്. അവിടെ ആ പ്രവാചക ശിഷ്യൻ്റെ ഭാര്യ ഒരിക്കൽ പ്രവാചകന്റെ അടുക്കൽ വന്ന് ഈ പ്രവാചകനെ കുറിച്ച് അല്ലെങ്കിൽ പ്രവാചക ശിഷ്യനെ കുറിച്ച് അല്ലെങ്കിൽ ഈ സ്ത്രീയുടെ ഭർത്താവിനെ കുറിച്ച് പറയുന്ന ഒരു സാക്ഷ്യമുണ്ട്. 4-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യമാണ് പറയുന്നത്, എൻ്റെ ഭർത്താവ്, അതായത് നിന്റെ ദാസൻ, ഒരു യഹോവ ഭക്തനായിരുന്നു. എന്തുകൊണ്ടാണ് ഈ പ്രവാചകന്റെ അടുക്കൽ കടന്നു വന്ന ഈ സ്ത്രീ നിന്റെ ദാസൻ ഒരു യഹോവ ഭക്തനായിരുന്നു എന്ന് പറയുവാനുണ്ടായ സാഹചര്യം എന്താണെന്ന് നമുക്ക് ചിന്തിക്കാം. ഈ പ്രവാചക ശിഷ്യന്റെ കുടുംബം സാമ്പത്തിക കടബാധ്യതയിൽ വന്ന് കടക്കാർ വന്നിട്ട് അത് തീർക്കുവാൻ ഈ കുടുംബത്തിന് നിവൃത്തിയില്ലാത്ത അവസ്ഥയിൽ അവരുടെ മക്കളെ പിടിച്ചുകൊണ്ടു പോകുവാനായിട്ട് കടക്കാർ മുതിരുന്ന സാഹചര്യത്തിലാണ് ഈ പ്രവാചക ശിഷ്യന്റെ ഭാര്യ പ്രവാചകന്റെ അടുക്കൽ വന്ന് പറയുന്നത്, നിന്റെ ദാസൻ ഒരു യഹോവ ഭക്തനായിരുന്നു. അതായത് യഹോവ ഭക്തി എന്ന നിക്ഷേപമല്ലാതെ ഞങ്ങളുടെ കുടുംബത്തിൽ മറ്റൊരു നിക്ഷേപമില്ല. ഞങ്ങൾ എന്ത് ചെയ്യേണ്ടോ എന്നറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പ്രവാചക ശിഷ്യന്റെ ഭാര്യ പ്രവാചകന്റെ അടുക്കൽ വന്ന് പറയുന്നത്, ഞങ്ങൾ എന്താണ് ഇനി ചെയ്യേണ്ടുന്നത്? ഞങ്ങളുടെ മക്കളെ കടക്കാർ പിടിച്ചുകൊണ്ടു പോകുവാനായിട്ട് വന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഭാര്യ ഭർത്താവിനെ കുറിച്ച് പറയുന്ന ഒരു ഉത്തമ സാക്ഷ്യമാണത്. നമ്മുടെ എത്ര കുടുംബങ്ങളിൽ ഇപ്രകാരം ഭാര്യ ഭർത്താവിനെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ച് സാക്ഷ്യം പറയുവാനായിട്ട് സാധിക്കും? ഒരു വ്യക്തി മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ മരണപ്പെട്ട വ്യക്തിയുടെ ഭവനത്തിൽ കടന്നു ചെന്ന് ദൈവവചനത്തിൽ നിന്ന് പ്രസംഗിച്ച് അവരെ ആശ്വസിപ്പിക്കുന്ന അനേക ദൈവ ശുശ്രൂഷകരുണ്ട്. അവരെല്ലാവരും ആ ഭവനത്തിൽ ദൈവവചനത്തെ ശുശ്രൂഷിക്കുമ്പോൾ മരിച്ചു കിടക്കുന്ന വ്യക്തിയെക്കുറിച്ച് ആണായിരുന്നാലും പെണ്ണായിരുന്നാലും നല്ലതല്ലാതെ മോശമായിട്ടുള്ള ഒരു വാക്കുപോലും സംസാരിക്കില്ല. അവർ ജീവിച്ചത് അരുതാത്ത വഴികളിലൂടെയാണ് എങ്കിൽ പോലും അവരെക്കുറിച്ച് മോശമൊരു വാക്യം പറയുകയില്ല. മരണത്തിന് ശേഷം, മരിച്ചതിന് ശേഷം ആ വ്യക്തിയെക്കുറിച്ച് പറയുന്ന ഒരു നന്മയല്ല ഇവിടെ ഈ സഹോദരി സ്വന്തം ഭർത്താവിനെ കുറിച്ച് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു വ്യക്തിയുടെ ദൈവഭക്തി മുന്നേ കുടുംബത്തിൽ നിന്ന് തുടങ്ങണം. ആത്മീയതയുടെ തുടക്കം കുടുംബത്തിൽ നിന്നായിരിക്കണം. കുടുംബത്തിൽ മുഖം മൂടി അണിയുവാൻ സാധിക്കാത്ത ഒരേ ഒരു സ്ഥാപനമാണ് കുടുംബം, സ്വന്തം ഭവനം. ഓരോ വ്യക്തികളുടെയും തനി നിറം അറിയണമെങ്കിൽ അവരവരുടെ അല്ലെങ്കിൽ അവരുടെ കുടുംബങ്ങളിൽ ചെന്ന് മനസ്സിലാകുമെന്ന് നാം പറയും. എൻ്റേതായിട്ടിരിക്കുന്ന എൻ്റെ തനിനിറം അറിയണമെങ്കിൽ എൻ്റെ ഭവനത്തിൽ വരണം. ഈ സ്ത്രീ പറഞ്ഞ ആ സ്ത്രീയുടെ ഭർത്താവിനെ കുറിച്ച് പറയുന്നത് ഭംഗിവാക്ക് പറയുന്നതല്ല. പ്രവാചകന്റെ അടുക്കൽ കടന്നു വന്നിട്ട് പറയുന്നത് അത് പ്രവാചകനായ എലീശയ്ക്ക് കൂടി സാക്ഷ്യപ്പെടുത്തേണ്ടുന്ന സാക്ഷ്യം ലഭിക്കുന്ന ഒരു സന്ദേശമാണ് സ്ത്രീ പറയുന്നത്. നിന്റെ ദാസൻ ഒരു യഹോവ ഭക്തനായിരുന്നു. പ്രിയപ്പെട്ടവര്, ഒരിക്കൽ ഒരു ദൈവദാസന്റെ സഭാഹാളിലേക്ക്, പ്രസംഗവേദിയിലേക്ക് അദ്ദേഹത്തിൻ്റെ ഭാര്യ
ആ ദൈവദാസന്റെ കിടക്കയുമായിട്ട് കടന്നു ചെല്ലുമ്പോൾ അവിടുത്തെ സംഘാടകര് മറ്റൊരു കർത്തൃദാസൻ ഈ സഹോദരിയോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. സഹോദരി, എന്താണ് ഇന്ന് ഈ ദൈവദാസന്റെ കിടക്കയുമായിട്ട് നിങ്ങൾ കടന്നു വന്നിരിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, സഹോദരിയുടെ ഉത്തരം വളരെ രസകരമാണ്. പറഞ്ഞത് ഇപ്രകാരമാണ്: ഈ വേദിയിൽ നിന്ന് ഈ പ്രസംഗിക്കുന്ന, ഈ ദൈവവചന ഘോരഘോരം പ്രസംഗിക്കുന്ന എൻ്റെ ഭർത്താവായിരിക്കുന്ന ഈ വ്യക്തിയുണ്ടല്ലോ, അദ്ദേഹം ഇവിടെ ദൈവദൂതനെ പോലെയാണ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വ്യാപരിക്കുന്ന രീതിയിലാണ് പ്രസംഗിക്കുന്നത്. എന്നാൽ സ്വന്തം ഭവനത്തിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ അധരത്തിൽ നിന്നും വീഴുന്നത് മറ്റ് പല രീതിയിലുമുള്ള ഭാഷകളാണ്. എൻ്റെ ഭവനത്തിൽ വന്നു കഴിഞ്ഞാൽ ഇദ്ദേഹം പിശാച് ബാധിച്ചവരെ പോലെയാണെന്ന് പറയുവാനായിട്ട് ഇടയായി. പ്രിയപ്പെട്ടവരെ, ഓർക്കണം, ഒരു വ്യക്തിയുടെ ദൈവഭക്തി മുന്നേ സ്വന്തം കുടുംബത്തിൽ നിന്ന് തുടങ്ങണം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് ഉത്തമമായിട്ടും പൂർണ്ണമായിട്ടും അറിയാവുന്ന, അനുഭവിച്ചറിഞ്ഞ ഈ സ്ത്രീയാണ് പറയുന്നത്, കടന്നു വന്നിട്ട് പറയുന്നത്, നിന്റെ ദാസൻ ഒരു യഹോവ ഭക്തനായിരുന്നു. എന്നാൽ ഞങ്ങളുടെ കുടുംബത്തിലെ യഹോവ ഭക്തി മാത്രമേ നിക്ഷേപമായിട്ടുള്ളൂ. ഞങ്ങളുടെ കടക്കാരോട് മറുപടി പറയുവാൻ, അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരമായിട്ട് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടുന്നത്? ഈ ഏലീശയോട് ചോദിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഈ സഹോദരി ആ ഭർത്താവിനെ കുറിച്ച് പറഞ്ഞിട്ട് ഏലീശയോട് ചോദിക്കുകയാണ്, ഞങ്ങൾ ഇനി എന്താണ് ചെയ്യേണ്ടുന്നത്? കടക്കാരുടെ മുന്നിൽ ഞങ്ങൾ എന്ത് മറുപടി പറയണം? പ്രിയപ്പെട്ടവരെ, ഈ പ്രവാചക ശിഷ്യൻ മാത്രമല്ല, പ്രവാചക ശിഷ്യന്റെ കുടുംബം മുഴുവനും യഹോവ ഭക്തിയുടെ മൂല്യം മുറുകെ പിടിച്ചവരാണെന്ന് തുടർന്ന് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ദാവീദ് രാജാവ് ഈ കാര്യത്തിന്, അർത്ഥാൽ യഹോവ ഭക്തിയുടെ മൂല്യത്തിന് ഏറെ പ്രാധാന്യം കൊടുത്തതാണ്. പ്രാധാന്യം കൊടുക്കുക മാത്രമല്ല, ദാവീദിന്റെ മക്കളെയും യഹോവ ഭക്തിയെ കുറിച്ച് പഠിപ്പിക്കുവാൻ ആയിട്ട് ദാവീദ് മുതിരുന്നുണ്ട്. 34-ാം സങ്കീർത്തനം 11-ാമത്തെ വാക്യം ഇപ്രകാരമാണ് പറയുന്നത്: ദാവീദ്, മക്കളെ വന്ന് എനിക്ക് ചെവി തരുവിൻ, യഹോവയോടുള്ള ഭക്തിയെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തരാം. ദാവീദിന്റെ തിരക്കേറിയ ഔദ്യോഗിക ജീവിതത്തിന്റെ മധ്യത്തിലും തിരക്കേറിയ ഔദ്യോഗിക ജീവിതത്തില് തൻ്റെ മക്കളെ വിളിച്ചു ചേർത്തിരുത്തി, അല്ലെങ്കിൽ ഭവനത്തിലിരുത്തി ദൈവത്തിന്റെ വചനത്തെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാനും യഹോവയോടുള്ള ഭക്തിയെക്കുറിച്ച് വിവരിച്ചു കൊടുക്കുവാനും സമയം കണ്ടെത്തിയിരുന്നു. ഈ ശുശ്രൂഷയെ ശ്രവിക്കുന്നവരെ, നമ്മുടെ എത്ര ആളുകളുടെ ഭവനത്തില് സ്വന്തം മക്കളെ വിളിച്ചിരുത്തി ദൈവവചനത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തരാമെന്നോ, യഹോവയോടുള്ള ഭക്തിയെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി തരാമെന്നോ എത്ര ഭവനത്തില് എത്ര പേര് മാതാപിതാക്കളോ സഹോദരങ്ങളോ കുഞ്ഞുമക്കളോട് സംസാരിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. മക്കളെ നമ്മൾ എല്ലാവരും പഠിപ്പിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്നുണ്ട്, സ്കൂൾ വിദ്യാഭ്യാസത്തിനെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്, ലോക പ്രകാരമുള്ള സകല കാര്യങ്ങൾ മക്കൾക്ക് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി കൊണ്ടുവരുന്നുണ്ട്. എന്നാൽ ജീവന്റെ വചനം, കർത്താവിന്റെ വചനം, മാറ്റമില്ലാത്ത വചനത്തെക്കുറിച്ച്, യഹോവയോടുള്ള ഭക്തിയെക്കുറിച്ച് എത്ര മാതാപിതാക്കള് മക്കളെ വിളിച്ചു ചേർത്തി ഈ തിരക്കിനിടയിൽ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട്. ആവർത്തന പുസ്തകം 6-ാം വാക്യം പറയുന്നു: ഇന്ന് നിങ്ങൾ കേൾക്കുന്ന ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിലിരിക്കണം, അത് നിങ്ങളുടെ മക്കളോട് ഉപദേശിച്ചു കൊടുക്കണം. പ്രിയപ്പെട്ടവരെ, കേൾക്കുന്ന വചനം മുഴുവനും, അല്ലെങ്കിൽ കേൾക്കുന്ന ദൈവത്തിന്റെ വിശ്വാസത്തെക്കുറിച്ചുള്ള സംഗതികൾ മുഴുവനും, യഹോവയോടുള്ള ഭക്തിയെക്കുറിച്ച് മുഴുവനും അത് മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കണം. അതിനോട് ചേർന്ന് ഞാൻ ചോദിക്കുകയാണ്, പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ വെക്കേഷൻ കാലയളവാണ്. എത്ര കുഞ്ഞുങ്ങളെ, എത്ര മക്കളെ, നമ്മുടെ മക്കളെ എത്ര പേരെ ദൈവത്തിന്റെ വചനത്തിന്റെ ഉള്ളിൽ, വചനത്തിന്റെ അകത്ത് പോയിരുന്ന്, ദൈവത്തിന്റെ വചനത്തിലിരുന്ന് പൂർണ്ണമായിട്ടൊന്നും ധ്യാനിക്കുവാൻ വേണ്ടിയിട്ട് എത്ര ധ്യാന കേന്ദ്രങ്ങളിലേക്ക് ഒരു ദിവസത്തേക്കെങ്കിലും മക്കളെ കൊണ്ടാക്കുന്ന എത്ര മാതാപിതാക്കളുണ്ട്? ദാവീദ് അദ്ദേഹത്തിന്റെ തിരക്കേറിയ ഔദ്യോഗിക ജീവിതത്തിൽ മക്കളെ വിളിച്ചു ചേർത്ത് യഹോവയോടുള്ള ഭക്തിയെക്കുറിച്ച് ഉപദേശിച്ചു കൊടുക്കുവാൻ സമയം കണ്ടെത്തിയിരുന്നു. നമ്മുടെ ഭവനങ്ങളിലും നമ്മുടെ മക്കളോട് നമ്മെ വഴി നടത്തിയ കർത്താവിനെ കുറിച്ച്, നമുക്ക് സകലവും തരുന്ന കർത്താവിനെ കുറിച്ച് ഉപദേശിച്ചു കൊടുക്കുവാൻ സമയം കണ്ടെത്തണം. അത് ഏത് തിരക്കിനിടയിലും
ഇടയിലും മറ്റുള്ള ഏത് ഔദ്യോഗിക ജീവിതത്തിൻ്റെ ഇടയിലും ദൈവത്തെ മക്കൾക്ക് കൊടുക്കുവാനായിട്ട് നമ്മുടെ ഭവനത്തിൽ സാധിക്കണം. പ്രിയപ്പെട്ടവരെ, ഭവനത്തിൽ നിന്നായിരിക്കണം തൻ്റെ മക്കൾക്ക് ദൈവത്തെക്കുറിച്ച് ഏറ്റവും ആദ്യം കൊടുക്കേണ്ടുന്നത്. സൺഡേ സ്കൂളുകളിൽ നിന്നല്ല, സ്വന്തം ഭവനത്തിൽ നിന്ന്, മാതാപിതാക്കളിൽ നിന്ന് കൊടുക്കണം മക്കൾക്ക് ദൈവത്തെക്കുറിച്ച്, അവനെക്കുറിച്ചുള്ള ആ സകലതും, അവൻ്റെ നന്മയെക്കുറിച്ച്, അവൻ ചെയ്ത പ്രവൃത്തിയെക്കുറിച്ച്, നമ്മെ വഴി നടത്തുന്നതിനെക്കുറിച്ച് എല്ലാം ഭവനത്തിൽ നിന്ന് കൊടുക്കണം പ്രിയപ്പെട്ട മക്കൾക്ക്. എത്ര കുടുംബങ്ങൾക്ക് സാധിക്കുന്നുണ്ട്? വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്, ദാവീദ് തിരക്കിനിടയിലും അതിനൊരു സമയം കണ്ടെത്തിയിരുന്നു. കാരണം യഹോവ ഭക്തിയെക്കുറിച്ച്, അതിൻ്റെ മൂല്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് ദാവീദ് മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ടാണ് ഈ സഹോദരി പ്രവാചകന്റെ അടുക്കൽ കടന്നു ചെന്ന് പറഞ്ഞത്, നിന്റെ ദാസൻ ഒരു യഹോവ ഭക്തനായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ പ്രവാചകൻ തുടർന്ന് സഹോദരിയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഞാൻ എന്താണ് നിനക്ക് ചെയ്തു തരേണ്ടുന്നത്? നിന്റെ ഭവനത്തിൽ എന്തുണ്ട്? ഈ സഹോദരി പറഞ്ഞു, എൻ്റെ ഭവനത്തിൽ ഒരു ഭരണി എണ്ണയല്ലാതെ മറ്റൊന്നുമില്ല. ആ ഒരു ഭരണി എണ്ണ ആ ഭവനത്തിൽ നിക്ഷേപമായിട്ട് കരുതി വച്ചിരിക്കുന്നതല്ല, ഉപജീവനത്തിന് വേണ്ടിയിട്ട്, അന്നത്തെ ആഹാരം പാകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കരുതി വെച്ചിരിക്കുന്നതാകാം, നിക്ഷേപിച്ച് വെച്ചിരിക്കുന്നതല്ല. സഹോദരി പറഞ്ഞു, എൻ്റെ ഭവനത്തിൽ ഒരു ഭരണി എണ്ണ മാത്രമേ ഉള്ളൂ. പ്രവാചകൻ പറഞ്ഞു, ഭവനത്തിൽ മടങ്ങി ചെന്നിട്ട് അയൽപക്കങ്ങളിൽ നിന്നുള്ള സകല കിട്ടാവുന്ന അത്രയും പാത്രങ്ങൾ ശേഖരിച്ച് ഭവനത്തിൽ അകത്ത് കടന്ന് വാതിലടച്ചിട്ട് എണ്ണ പകർന്നു തുടങ്ങാൻ പറഞ്ഞു. ഈ ഒരു ചെറിയൊരു കാര്യം പറഞ്ഞു ഈ സഹോദരിയോട്. ഈ പ്രവാചകന് അടുക്കൽ വന്ന സഹോദരിയോട് പറഞ്ഞു, വീട്ടിൽ ചെന്നിട്ട് വാതിലടച്ചിരുന്ന എണ്ണ പകർന്നു തുടങ്ങാൻ. നിസാര കാര്യം. പ്രിയപ്പെട്ടവരെ, ഇതേപോലെ ഏലീശ മറ്റൊരു സമയത്ത് നയമാനോട് പറയുന്നൊരു കാര്യമുണ്ട്. നയമാന്റെ കുഷ്ഠം മാറാൻ ഏലീശയുടെ അടുക്കൽ കടന്നു വന്നപ്പോൾ ഏലീശ നയമാനോട് പറയുന്നുണ്ട്, നീ പോകുന്ന വഴി യോർദാനിലിറങ്ങി 7 പ്രാവശ്യം ഒന്ന് മുങ്ങിയതിനു ശേഷം അവിടെ നിന്നും എണീറ്റ് പോയിക്കൊള്ളുവാൻ. ഈ നിസ്സാര കാര്യം പറഞ്ഞത് ചെയ്യുവാൻ മനസ്സില്ലാതെ മടങ്ങിപ്പോകാൻ തുടങ്ങിയ നയമാനോട് നയമാന്റെ ശിഷ്യം പറഞ്ഞു, യജമാനനെ, അദ്ദേഹം ഒരു ചെറിയ കാര്യമല്ല പറഞ്ഞത്, ഈ ചെറിയ കാര്യം നമുക്ക് നിവർത്തിച്ചിട്ട് മുന്നോട്ടേക്ക് പോകാമെന്ന്. ഈ നയമാന്റെ ശിഷ്യം പറഞ്ഞ വാക്കിന് വില കൊടുത്തുകൊണ്ട് പ്രിയപ്പെട്ടവരെ യോർദാനിലിറങ്ങി 7 പ്രാവശ്യം മുങ്ങുവാനായിട്ടിടയായി. എന്നാൽ 1, 2, 3, 4 പ്രാവശ്യങ്ങളൊന്നും മുങ്ങിയപ്പോഴും ഒരു മാറ്റവും സംഭവിക്കാത്ത നയമാന്റെ ശരീരത്തിന് 7ാമത്തെ പ്രാവശ്യം മുങ്ങി എഴുന്നേറ്റപ്പോൾ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് ആ രോഗം പൂർണ്ണമായിട്ടും മാറിയതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. പ്രവാചകൻ പറഞ്ഞു, നിന്റെ ഭവനത്തിൽ എന്തുണ്ട്? മടങ്ങി ചെന്നിട്ട് എണ്ണ പകരണം. പ്രവാചകന്റെ വാക്ക് ദൈവത്തിന്റെ അരുളപ്പാടിന് തുല്യമാണ്. ഒരു പ്രവാചകൻ പറയുന്നത് ദൈവത്തിന്റെ അരുളപ്പാടാണ് എന്നോട് അറിയിക്കുന്നത്. ഒരു അഭിഷിക്തൻ പറയുന്നത് ദൈവത്തിന്റെ അരുളപ്പാടാണ് എന്നോട് അറിയിക്കുന്നത്. ഒരു ഉപദേശി പറയുന്നത് ദൈവത്തിന്റെ അരുളപ്പാടാണ് നിന്നോട് അറിയിക്കുന്നത്. അത് ചെറുതായിരുന്നാലും വലുതായിരുന്നാലും അത് നിന്റെ ജീവിതത്തിൽ പ്രാവർത്തിക്കുവാൻ അല്ലെങ്കിൽ അനുസരിക്കുവാൻ തയ്യാറായാൽ നിന്റെ ഭവനത്തില്, നിന്റെ ജീവിതത്തില് അത്ഭുതങ്ങൾ കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ പ്രവാചകൻ പറഞ്ഞു, ഭവനത്തിൽ ചെന്നിട്ട് നിന്റെ വാതിൽ അടച്ചതിന് ശേഷം എണ്ണ പകർന്നു തുടങ്ങുവാൻ. ഈ നിസ്സാര ഒരു കാര്യം അവർ പ്രവർത്തിക്കുവാൻ തയ്യാറായി. അത് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്നോ അതുകൊണ്ട് എന്താണ് പ്രയോജനമെന്നോ ഒരു മറു ചോദ്യം ചോദിക്കാതെ പ്രിയപ്പെട്ടവരെ പ്രവാചകന്റെ വാക്ക് അവണ്ണം തന്നെ ശിരസാ വഹിക്കുവാൻ തയ്യാറായി ഈ കുടുംബം മുഴുവനും. അതിന്റെ കാരണം അവർ യഹോവയിൽ ആശ്രയം വെച്ചത് കൊണ്ടാണ്. യഹോവ ഭക്തി നിക്ഷേപമായി കൊണ്ടു നടക്കുന്ന ഒരു ഭവനമായിരുന്നത് കൊണ്ടാണ് യഹോവയുടെ പ്രവാചകനായിരിക്കുന്ന ഏലീശ പറഞ്ഞ വാക്ക് അനുസരിക്കുവാൻ തയ്യാറായത്. അയൽപക്കത്തുനിന്നുള്ള പാത്രങ്ങൾ മുഴുവനും വാങ്ങിക്കൊണ്ടുവന്നു. പ്രിയപ്പെട്ടവരെ, വീട്ടിൽ അകത്ത് കയറി വാതിലടച്ച് എണ്ണ പകർന്നു തുടങ്ങി. കടത്തിന്റെ മുഖത്ത് നിൽക്കുമ്പോൾ, മക്കളെ പിടിച്ചു കൊണ്ടുപോകുവാൻ വന്ന ആളുകൾ വെളിയിൽ നിൽക്കുമ്പോൾ അകത്ത് കയറി വാതിലടച്ച് എണ്ണ പകർന്നു തുടങ്ങി.
ഓരോ പാത്രവും മാറി മാറി വെച്ച് തുടങ്ങി. എണ്ണ പകരുമ്പോൾ ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുമ്പോൾ ആ പാത്രം നിറഞ്ഞു കവിഞ്ഞു. അടുത്ത പാത്രം വെച്ച് വീണ്ടും വീണ്ടും പ്രിയപ്പെട്ടവരെ വാങ്ങിക്കൊണ്ടുവന്ന പാത്രം മുഴുവനും വീടിൻ്റെ അകത്ത് വെച്ച് എണ്ണ പകർന്നു തുടങ്ങി. ഓരോ പാത്രം നിറയുമ്പോഴും മാറ്റിവെക്കുവാൻ തുടങ്ങി. ഒരു പാത്രം എണ്ണയിൽ നിന്ന് മാത്രം ഈ അനേക പാത്രങ്ങൾ നിറയുവാൻ തക്കവണ്ണം എണ്ണ ഒഴുകിക്കൊണ്ടിരുന്നു. എന്താ കാരണം? യഹോവയുടെ അരുളപ്പാട് അവണ്ണം തന്നെ അനുസരിക്കുവാൻ അവർ സന്നദ്ധരായി. ഈ സഹോദരി മക്കളോട് പറഞ്ഞു, വീണ്ടും പാത്രം വെക്കുക എന്ന് പറഞ്ഞപ്പോൾ മക്കൾ പറഞ്ഞു മറുപടി, പാത്രം തീർന്നുപോയി. ആ ഒരു വാക്ക് കേട്ട മാത്രയിൽ പാത്രം തീർന്നു പോയി എന്ന ആ ഭാഷ വായിൽ നിന്ന് വീണ മാത്രയിൽ എണ്ണയുടെ വരവ് നിന്നു. സാമ്പത്തിക കടത്തിന്റെ മുഖത്ത് നിൽക്കുന്ന ഈ ഭവനം ഇന്ന് കടത്തിന്റെ മുഖത്ത് നിൽക്കുന്ന, കടബാധ്യതയിൽ നിൽക്കുന്ന, ജപ്തി അഭിമുഖീകരിക്കുവാൻ നിൽക്കുന്ന ആരെങ്കിലും ഈ സന്ദേശത്തെ കേൾക്കുന്നുണ്ടെങ്കിൽ കർത്താവ് നിന്നോട് ചോദിക്കുന്നുണ്ട്, നിന്റെ ഭവനത്തിൽ എന്തുണ്ട്? കർത്താവിന്റെ ചോദ്യത്തിന് ഉത്തരമായിട്ട് ആ പ്രവാചകനിലൂടെയോ അഭിഷിക്തന്മാരിലൂടെയോ ഉപദേശന്മാരിലൂടെയോ നിന്നോട് ചോദിക്കുന്ന ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് നിനക്ക് പറയുവാൻ എന്ത് മറുപടിയുണ്ട് പ്രിയപ്പെട്ടവരെ? ഈ സ്ത്രീ പറഞ്ഞതുപോലെ എൻ്റെ കയ്യിൽ ഇത്രയും ഉണ്ടെന്ന് പറയുവാൻ നിനക്ക് സാധിക്കുമോ? അത് നിക്ഷേപമായിട്ടല്ല, എന്നാൽ യഹോവ ഭക്തി നിക്ഷേപമായ കുടുംബം ആയിരുന്നത് കൊണ്ടാണ് ഇപ്രകാരം ഈ ഭവനത്തിൽ അത്ഭുതം നടക്കുവാനിടയായത്. വാങ്ങിക്കൊണ്ടുവന്നിരുന്ന പാത്രം മുഴുവനും നിറയുവോളം ആ ഒരു പാത്രത്തിൽ നിന്ന് എണ്ണ ഒഴുകിക്കൊണ്ടിരുന്നു. തീർന്നെന്ന് പറഞ്ഞ മാത്രയിൽ തന്നെ പ്രിയപ്പെട്ടവരെ, എണ്ണയുടെ വരവ് തീർന്ന അതേ സമയം തന്നെ ഈ പ്രവാചക ശിഷ്യന്റെ ഭാര്യ പ്രവാചകന്റെ അടുക്കിലേക്ക് ഓടി. എന്തിനാ? വിവരം പറയുവാൻ, നന്ദി പറയുവാനായിരിക്കാം. പ്രവാചകന്റെ അടുക്കിലേക്ക് കടന്നു ചെന്നിട്ട് സഹോദരി പറഞ്ഞു, എൻ്റെ ഭവനത്തിൽ അവിടുന്ന് പറഞ്ഞതുപോലെ സകലതും ഞാൻ നിവർത്തിച്ചു. എണ്ണ പകരാൻ പറഞ്ഞു, എണ്ണ പകർന്നു. വാങ്ങിക്കൊണ്ടുവന്നിരുന്ന പാത്രത്തിൽ മുഴുവനും എണ്ണ നിറയുവോളം എനിക്ക് എണ്ണ പകരുവാൻ സാധിച്ചു. പാത്രം തീർന്നപ്പോൾ എണ്ണയുടെ വരവും തീർന്നെന്ന് പറഞ്ഞു. ഉടനെ പ്രവാചകൻ പറഞ്ഞു, വീട്ടിലേക്ക് മടങ്ങി ചെല്ലുക. മടങ്ങി ചെന്നിട്ട് ലഭിച്ചിരിക്കുന്ന എണ്ണ മുഴുവനും വിൽക്കണം. ദൈവജനമേ, വീണ്ടും ഞാൻ പറയുകയാ, കടഭാരത്താൽ നിൽക്കുന്ന ആരെങ്കിലും, ജപ്തിയെ അഭിമുഖീകരിക്കുന്ന ആരെങ്കിലും ഈ വചനത്തെ ശ്രവിക്കുന്നുണ്ടെങ്കിൽ, ഈ ഭവനത്തിന് വിടുതൽ കൊടുത്തതുപോലെ നിങ്ങളുടെ ഭവനത്തിനും വിടുതൽ തരുവാൻ, സാമ്പത്തിക ബുദ്ധിമുട്ട് തീരുവോളം മതി എന്ന് പറയുവോളം സ്വർഗം തുറന്ന് നിങ്ങളെ അനുഗ്രഹിക്കുവാൻ എൻ്റെ ദൈവം മതിയായവനാണ്. കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ കടന്നു വന്ന് നിന്റെ അവസ്ഥ പറയണം, ഈ സഹോദരി പറഞ്ഞതുപോലെ. എന്നിട്ട് പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞു, വീട്ടിൽ കടന്നു ചെന്ന് എണ്ണ വിറ്റിട്ട് നിനക്കുള്ള കടം മുഴുവനും വീട്ടണം. എത്ര ആളുകൾക്ക് എത്രമാത്രം പണം കടം കൊടുക്കുവാനുണ്ടോ അവർക്ക് കൊടുക്കുവാനുള്ളത് മുഴുവനും എണ്ണ വിറ്റ് കിട്ടിയതിൽ നിന്ന് ഉണ്ട് എന്ന് വ്യക്തമാണ്. അവരുടെ കടം വീട്ടണം എന്ന് പറഞ്ഞ സഹോദരിയോട്, പ്രിയപ്പെട്ടവരെ, ഈ സഹോദരി കടം വീട്ടുവാൻ തയ്യാറായി. അതിനു മുമ്പ് പ്രവാചകൻ ഒരു കാര്യം കൂടെ ചേർത്ത് പറഞ്ഞു, കടം വീട്ടിയതിന് ശേഷം ബാക്കിയുള്ളത് തുടർന്നുള്ള നിന്റെ ജീവിതത്തിലെ ഉപജീവനത്തിനായിട്ട് എടുക്കാം. പ്രിയപ്പെട്ടവരെ, ഇവരുടെ നിക്ഷേപം എന്തായിരുന്നു? യഹോവ ഭക്തി എന്ന നിക്ഷേപം മാത്രമേ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ജപ്തിയുടെ മുഖത്ത് നിൽക്കുന്ന ഈ ഭവനത്തിലെ ജപ്തി നീങ്ങിപ്പോകുവാനായിട്ടുള്ള സമ്പത്ത് കൊടുക്കുവാൻ ആ ഒരു പാത്രം വീട്ടിൽ ഉണ്ടായിരുന്ന എണ്ണയിൽ നിന്ന് മതിയായെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, നിങ്ങളുടെ ജീവിതത്തിലും ഇപ്രകാരം സന്ദർഭങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്നാൽ നിങ്ങളുടെ ഭവന യഹോവ ഭക്തി നിക്ഷേപമായിട്ട് ഭവനമാണ് എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഏത് പ്രശ്നത്തിന്റെ മുമ്പിലും, ഏത് പ്രതിസന്ധിയുടെ മുമ്പിലും, ഏത് കണ്ണുനീരിന്റെ മുമ്പിലും, ഏത് സങ്കടത്തിന്റെ മുന്നിലും വിടുതൽ തരുവാൻ നാം ആശ്രയിക്കുന്ന, അല്ലെങ്കിൽ നാം പ്രത്യാശ വെക്കുന്ന നമ്മുടെ ദൈവത്തിന് കഴിയും. അവന്റെ ഭക്തി, യഹോവയുടെ ഭക്തി, അതായിരിക്കണം നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും വലിയ മൂല്യമുള്ള നിക്ഷേപം. പ്രിയപ്പെട്ടവരെ, ഇത് കർത്താവിൻ്റെ അരുളപ്പാടാണ്, പ്രവാചകൻ പറഞ്ഞതെന്ന് പറയുവാൻ കാരണം ഒന്നുകൂടെയുണ്ട്. കർത്താവിൻ്റെ അരികെ വചനം കേട്ട് നിന്ന ജനങ്ങളെ നോക്കിയിട്ട് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, ഇവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കാൻ. ശിഷ്യന്മാർ പറഞ്ഞു, ഞങ്ങളുടെ കൈവശമൊന്നുമില്ല, ഭക്ഷണം വാങ്ങിക്കാൻ പോയാൽ ഇത്രയും ആളുകൾക്ക് കൊടുക്കുവാൻ തക്കവണ്ണം ഇവിടെ കിട്ടുകയുമില്ല.
അപ്പോൾ കർത്താവ് ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? ഈ ഭവനത്തിലെ സ്ത്രീയോടും പ്രവാചകൻ ചോദിച്ചത്, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? കർത്താവിനോട് ശിഷ്യന്മാർ പറഞ്ഞു, ഇവിടെ ഒരു ബാലകന്റെ കയ്യിൽ 5 അപ്പവും കുറച്ച് ചെറു മീനുകളുമുണ്ട്. അത് വാഴ്ത്തി നുറുക്കി ഇരുന്ന സകലർക്കും കൊടുത്തു കഴിഞ്ഞപ്പോൾ സകലരും ഭക്ഷിച്ച് തൃപ്തി അടയുവാൻ മാത്രമല്ല കഴിഞ്ഞുള്ളൂ, ശേഷിക്കുന്നത് കൊട്ടകളില് 12 കൊട്ടകളില് നിറച്ചെടുത്തു. ഈ സഹോദരിയുടെ ഭവനത്തില് കടഭാരത്താൽ നിൽക്കുമ്പോൾ കടം വീട്ടുക മാത്രമല്ല ചെയ്തത്, എണ്ണ പകർന്ന് വിറ്റ് കിട്ടിയ കാശ് കൊണ്ട് കടം തീർക്കുക മാത്രമല്ല ചെയ്തത് പ്രിയപ്പെട്ടവരെ, തുടർന്നുള്ള ജീവിതത്തിനുള്ള മൂല്യവും ആ ഒരു ഭരണി എണ്ണയിൽ നിന്ന് ലഭിച്ചു. കാരണം അവരുടെ കുടുംബം യഹോവ ഭക്തി എന്ന നിക്ഷേപത്തിന് മുൻതൂക്കം കൊടുത്തിരുന്നു. ഹല്ലേലൂയ. നമ്മുടെ ഭവനത്തിലും ഇപ്രകാരം ഒത്തിരി നിക്ഷേപങ്ങളുണ്ടെങ്കിലും യഹോവ ഭക്തി നിക്ഷേപത്തിന്റെ മൂല്യം മാത്രം മുറുകെ പിടിക്കുവാൻ നമുക്ക് സാധിച്ചാൽ, ഈ സ്ത്രീ പ്രവാചകനോട് പറഞ്ഞതുപോലെ സ്വന്തം ഭർത്താവിനെ കുറിച്ചൊരു സാക്ഷ്യം, ഈ സ്വന്തം ഭാര്യയെ കുറിച്ചൊരു സാക്ഷ്യം, മക്കളെ കുറിച്ചൊരു സാക്ഷ്യം, സഹോദരങ്ങളെ കുറിച്ചൊരു സാക്ഷ്യം, അവൻ യഹോവ ഭക്തനായിരുന്നെന്ന് നമ്മുടെ കുടുംബങ്ങളിൽ നമുക്ക് പറയുവാനായിട്ട് സാധിക്കുമോ? ഇല്ലെങ്കിൽ സാധിക്കണം. നിന്റെ മകൻ, നിന്റെ മകൾ കർത്താവെ നിന്നിൽ മാത്രം ആശ്രയിക്കുന്നവരാണ് എന്ന് പറയുവാൻ നമുക്ക് സാധിക്കണം. ഇവിടെ ലോകത്തിലുള്ളതല്ല നമുക്കുള്ളത്, ലോകപ്രകാരമുള്ള നിക്ഷേപമല്ല നമുക്ക് മുൻതൂക്കം കൊടുക്കേണ്ടത്. കർത്താവിനോടുള്ള ഭയഭക്തി, അതാണ് യഹോവ ഭക്തി നിക്ഷേപമായിരിക്കുന്ന കുടുംബത്തിൻ്റെ അവസ്ഥ. പ്രിയപ്പെട്ടവരെ, ഏത് പ്രശ്നങ്ങളിലും ഏത് പ്രതിസന്ധികളിലും യഹോവ ഭക്തി നിക്ഷേപമായിട്ടുണ്ടെങ്കിൽ വിടുവിക്കുവാനായിട്ട് സാധിക്കും. ഹിസ്കിയാവിൻ്റെ ജീവചരിത്രത്തിൽ അനേക പ്രശ്നങ്ങളുടെ മുമ്പിൽ, പ്രതിസന്ധികളുടെ മുമ്പിൽ ദൈവം വിടുവിക്കുവാനുണ്ടായ ഒരേ ഒരു കാരണം യഹോവയോടുള്ള ഭക്തിയായിരുന്നു. അവൻ്റെ ആയുസ് തീർന്നുപോയി എന്ന് പറഞ്ഞ സന്ദർഭത്തിലും അവൻ ദൈവത്തോട് മുഖം തിരിച്ചു പറഞ്ഞു, ഞാൻ ചെയ്ത പ്രവൃത്തികളും നീ ഓർക്കണമെന്ന് പറഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവരെ, അവൻ്റെ പ്രവൃത്തികളെ, അവൻ്റെ ഭക്തിയെ മാനിച്ച് ദൈവം അവനോട് പറയുന്നുണ്ട്, നിന്റെ ആയുസ് 15 സംവത്സരം കൂടെ നീട്ടിത്തന്നിരിക്കുന്നു. മരണത്തെ മുഖാമുഖം കണ്ട നിമിഷത്തിലും മരണത്തെ മുഖാമുഖം കണ്ട സമയത്തിലും ഹിസ്കിയാവിൻ്റെ ആയുസ് നീട്ടി കൊടുക്കുവാൻ ദൈവത്തിന് മനസ്സായത് പ്രിയപ്പെട്ടവരെ, അത് ദൈവത്തോടുള്ള ഭക്തിയുടെ മൂല്യം മുറുകെ പിടിച്ചത് കൊണ്ടാണ്. ലോകപ്രകാരം ആയുസ് നീട്ടുവാൻ സാധിക്കില്ല. എന്നാൽ ദൈവം പറഞ്ഞ് 15 സംവത്സരത്തിൻ്റെ ആയുസ് നീട്ടിയിരിക്കുന്നു. അത് എങ്ങനെ മനസ്സിലാകുമെന്ന് പറഞ്ഞപ്പോൾ, സൂര്യഘടികാരം പിറകോട്ടേക്ക് സഞ്ചരിക്കുന്നത് നിനക്ക് കാണുവാൻ സാധിക്കുമെന്ന് പറഞ്ഞ് സൂര്യഘടികാരം പിറകോട്ടേക്ക് സഞ്ചരിക്കുന്നൊരവസ്ഥ വന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുകയാണ്. നമ്മുടെ കുടുംബങ്ങളിൽ മറ്റുള്ള നിക്ഷേപങ്ങൾ വേണ്ടെന്നൊന്നും പറയുന്നില്ല. അതിനേക്കാളൊക്കെയും മുകളിലായിട്ട് യഹോവയോടുള്ള ഭക്തി, യഹോവ ഭക്തി എന്ന നിക്ഷേപം, അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ക്രമീകരിക്കുന്നെങ്കിൽ, സമർപ്പിച്ച് കൊടുക്കുന്നെങ്കിൽ, ഏത് പ്രതിസന്ധികളിലൂടെ യാത്ര ചെയ്താലും അതിൽ നിന്നൊക്കെയും വിടുവിക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കും. മുശ്രേസുകളെ നമിക്കാം. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ഞങ്ങളുടെ ദൈവമായ കർത്താവേ, തന്ന നല്ല സമയത്തിനായിട്ട് നിന്നെ നിങ്ങൾ മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, നിന്നിൽ മാത്രം ആശ്രയം വെച്ച് നിന്നെ മാത്രം ഞങ്ങളുടെ കുടുംബത്തിൽ നിക്ഷേപമാക്കി തീർത്തുകൊണ്ട് മുന്നോട്ട് യാത്ര ചെയ്യുവാൻ അവിടുത്തെ കൃപ ഞങ്ങളിൽ വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ശ്രമിക്കുന്നവരുടെ ഉള്ളിൽ കടഭാരത്താൽ നിൽക്കുന്നവരുണ്ട് എങ്കിൽ ഈ കുടുംബത്തിൻ്റെ കടബാധ്യത മാറ്റിക്കൊടുത്തതുപോലെ യേശുവേ, അവിടുന്ന് ഇറങ്ങി വന്ന് നിന്റെ മക്കളുടെ കുടുംബത്തോട് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, നിന്നെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് നിന്നിൽ മാത്രം ആശ്രയം വെച്ച് മുന്നോട്ട് ജീവിക്കുവാൻ അവിടുന്ന് കൃപ ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ധ്യാന കേന്ദ്രത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നേതൃത്വം കൊടുക്കുന്ന എല്ലാവരെയും വെച്ച് പ്രാർത്ഥിക്കുന്നു.
കർത്താവ് അനേകരെ ധ്യാനമന്ദിരത്തിലേക്ക് കർത്താവിയെ അവിടുത്തെ വചനത്തിൻ്റെ കീഴിലേക്ക് കൂട്ടിവരുത്തുവാൻ തക്കനോടത്തേക്ക് മനസ്സാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സമസ്തവും ഏൽപ്പിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ജീവനെ വെച്ച യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമീൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിർത്തിയ ദൈവത്തെ നന്ദിയോടെ മഹത്വപ്പെടുത്തുന്നു. തുടർന്ന് അവൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ദൈവഹിതം പോലെ അടിയനെ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതൻ്റെ കൃപയും പരിപൂർണമാക്കുന്ന പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നിങ്ങളെല്ലാവരുടെ മേലും നമ്മളോർത്ത് പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ മേൽ സമർപ്പിച്ച വിഷയങ്ങളുടെ മേൽ ഇന്നും എന്നും എല്ലാ നാളും വർദ്ധിക്കുമാറാകട്ടെ. ആമീൻ.